എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്ന് നമ്മൾ പുതിയ ഒരു ടോപ്പിക്കാണ് കാണാൻ പോകുന്നത്. എല്ലാം റിലേറ്റഡ് ടു സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയതയാണ്. അത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവബോധം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഗൂഗിളിലിട്ടാണ് ഞാൻ നോക്കിയത്. ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പം അവബോധം, അല്ലെങ്കിൽ ഇന്നർ വോയിസ് എന്ന് വെച്ചാൽ ആന്തരിക ശബ്ദം, അതായത് നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന ഒരു ശബ്ദം. ഓക്കെ, അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നർ വോയിസ് എന്ന് പറയും. എന്നുവെച്ചാൽ അങ്ങനെയാണ് ഞാൻ ശീലിച്ചത്. നിങ്ങൾക്ക് ഒരു പുതിയ വാക്ക് പഠിച്ച പോലെ ഇരിക്കട്ടെ. ഓക്കെ, സോ എപ്പോഴും ഈ ആന്തരിക ശബ്ദം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശകലം കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇൻറ്റ്യൂഷൻ എന്ന് വെച്ചാൽ അവബോധം, ഇന്നർ വോയിസ് എന്ന് വെച്ചാൽ ആന്തരിക ശബ്ദം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ 2 വാക്ക് ഉണ്ട്. ഇപ്പം ഈ ഇന്നർ വോയിസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പം, അതായത് ക്വയറ്റായിട്ടിരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ചില വോയിസസ് കേൾക്കും, അതായത് ചില ശബ്ദങ്ങൾ കേൾക്കും. അത് ഇന്നത് ചെയ്യാതെ, ഇത് ശരി, അത് തെറ്റ് എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കും. ഉള്ളിൽ, വെളിയിൽ ആർക്കും കേൾക്കത്തില്ല, നമ്മുടെ ഉള്ളിൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. അങ്ങനത്തെ ശബ്ദത്തിനാണ് ആന്തരിക ശബ്ദം അല്ലെങ്കിൽ ഇന്നർ വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് എങ്ങനെ ഈ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല. അപ്പം എപ്പം നമുക്ക് ഈ ഇന്നർ വോയിസ് കേൾക്കുമെന്ന് വെച്ചാൽ, നമ്മൾ ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പം നമുക്ക് ആ ഇന്നർ വോയിസ് തന്നെത്താനെ കേൾക്കും. അല്ലാതെ നമ്മൾ മൗനത്തിൽ എന്ന് വെച്ചാൽ 5 മിനിറ്റ് മൗനം, 10 മിനിറ്റ്സ് മൗനം ഒന്നുമല്ല. കുറഞ്ഞത് ഒരു ഹാഫ് ഡേ മൗനത്തിലിരിക്കണം. അതായത് ഞങ്ങളുടെ ഗുരു പറഞ്ഞത്, ഒരു ആഴ്ചയിൽ 1 ദിവസം മൗനം ഇരിക്കണം. പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ഡേ എങ്കിലും മൗനം ഇരിക്കണം. പിന്നെ അതിന് 2 ദിവസമായിട്ട് കൂട്ടണം. പിന്നെ ഒരു 3 ദിവസം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിൽ ഞങ്ങളൊക്കെ സാധക ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ 40 ഡേയ്സ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മൗനം ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഈ 40 ഡേയ്സൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അതിനെ തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 40 ഡേയ്സ് ഇപ്പം ഒരു മാസത്തിന് മുമ്പേ ഞാൻ അഗസ്ത്യ പിരമിഡ് പോയിട്ട് വന്നില്ലേ, ജനുവരി എൻഡിൽ. ഫെബ്രുവരി തന്നെ എൻ്റെ ഗുരു പ്രദീപ് വിജയ് 40 ഡേയ്സ് മൗനത്തിലായിരുന്നു. ഞങ്ങളടുത്തേ പറഞ്ഞു 40 ഡേയ്സ് ഞാൻ മൗനത്തിലിരിക്കും, അതിന് പിന്നെ ലോകസഞ്ചാരം തുടങ്ങും. അതായത് ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയി അദ്ദേഹം മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച സ്വിറ്റ്സർലാൻഡിലായിരുന്നു, ഇപ്പം ജനീവയിലാണ് 3 ഡേയ്സ് വർക്ക്ഷോപ്പ് നടത്തും. വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ ഈ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നോ അതൊക്കെയാണ് അദ്ദേഹം മറ്റ് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാനും മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കുറിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാനും മെയിനായിട്ട് നിങ്ങൾക്ക് എൻ്റെ അറിവ്, ഞാൻ മനസ്സിലാക്കിയെടുത്തതിനെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഈ 2 ആൾക്കാർക്കാണ്. ഒന്ന്, ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം. അതുമാത്രമല്ല, കുറേ നേരം നമ്മൾ തനിച്ചിരുന്ന് മൗനത്തിലിരുന്ന് ആ ലൈഫിലോട്ട് അങ്ങ് പോകുമ്പോഴായിരിക്കും നമുക്ക് ഒരുപാട് ഈ ഇന്നർ വോയിസസ് കേൾക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ കാര്യം. ഇപ്പം ഇതിൽ ഈ കുറേ നേരം മെഡിറ്റേഷനിലിരിക്കുമ്പോൾ ഇന്നർ വോയിസ് കേൾക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നമ്മുടെ മനസ്സ് അടങ്ങുന്നു. അതായത് ഈ മങ്കി മൈൻഡ്, സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മങ്കി മൈൻഡ് കുറച്ചായിട്ട് അടങ്ങുമ്പം ഉള്ളിലിരുന്ന് ശബ്ദം കേൾക്കും. അപ്പം ഈ ഉള്ളിലിരുന്ന് നേരത്തെയും ചിലപ്പോൾ ശബ്ദം വരാം. പക്ഷേ നമ്മളുടെ ഈ ചാറ്ററിങ് ഓഫ് ദ മൈൻഡ് ഉണ്ടല്ലോ,
ചാറ്ററിങ് ഓഫ് ദ മൈൻഡ് എന്ന് വെച്ചാൽ സദാ സർവ്വകാലവും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മങ്കി മൈൻഡ് വെച്ചുകൊണ്ട് നമുക്ക് ആ ശബ്ദം കേൾക്കത്തില്ല. അപ്പം എപ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ബീറ്റ സ്റ്റേജിൽ നിന്ന് ആൽഫ സ്റ്റേജിലോട്ട് വരുന്നു, എപ്പം നമ്മൾ കുറേ നേരം മൗനത്തിലിരിക്കുന്നു എന്നൊക്കെ കണക്ക് വെച്ചുകൊണ്ടായിരിക്കും ഈ നമുക്ക് ഇന്നർ വോയിസ് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും. അതാണ് അതായത് നേരത്തെയും ഇന്നർ വോയിസുകൾ ഉണ്ട്, പക്ഷേ നമുക്കത് കേൾക്കാനുള്ള ശേഷിയില്ല. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ സദാസർവകാലവും ഈ ബീറ്റ സ്റ്റേജിലേ പിടച്ചുകൊണ്ടിരിക്കുന്നു മനസ്സ്. അതുകൊണ്ട് അത് കേൾക്കാനുള്ള ശക്തിയില്ല നമുക്ക്. പക്ഷേ എപ്പം നമ്മൾ ഈ ക്വയറ്റായിട്ട് ബീറ്റ സ്റ്റേജിൽ നിന്ന് ആൽഫ സ്റ്റേജിൽ ആഴത്തിലോട്ട് പോകുമ്പം നമുക്ക് തന്നെത്താനെ ആ ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം ഇതിൽ ഈ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. എല്ലാത്തിലും വേറൊരു കാര്യം, നമ്മൾ ഗൈഡ് ചെയ്യുന്ന ഫോഴ്സാണ്. അതായത് നമ്മൾ ഇത് ചെയ്യരുത്, ഇത് നല്ലത്, അത് ചീത്ത, അങ്ങനെ പോകരുത് എന്ന് നമ്മളെ കോൺസ്റ്റൻ്റായിട്ട് എന്ന് വെച്ചാൽ സദാസർവകാലവും ഇങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ട് നല്ല ജീവിതത്തിലോട്ട്, നല്ല മാർഗത്തിലോട്ട് നയിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും ഈ ഇന്നർ വോയിസ്. ഓക്കെ, ആ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ടു, നമുക്ക് ഈ തേർഡ് ഐ ഓപ്പൺ ആകണം, തേർഡ് ഐ ആക്ടിവേറ്റ് ആകണം, അതായത് ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകണം. ഈ ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകാൻ ഒരേ വഴി മെഡിറ്റേഷനിലിരിക്കുക. അപ്പം കുറേ നേരം മെഡിറ്റേഷനിൽ ഇരിക്കുന്നവർക്കായിരിക്കും ഈ ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകുന്നതും പല പല ഇൻറ്റ്യൂഷൻസ് മനസ്സിൽ തോന്നുന്നതും ആ ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതും സാധിക്കുന്നത്. ഓക്കെ, അതൊന്ന്. ഇപ്പം ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഒന്നിനും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒന്നിലും ഒരു ഡിസിഷൻ ഒടുക്കം വരെ ഡിസിഷൻ എടുക്കാതെ അവരുടെ ജീവിതം അങ്ങ് പോകും. യാതൊന്നിലും ഒരു ഉറച്ച തീർമാനം, ഡിസിഷൻ എന്ന് വെച്ചാൽ ഒരു ഉറച്ച തീർമാനം എടുക്കാനേ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ഈ ചാഞ്ചാട്ടം കൂടുതലാണ്. ഒരാൾ ഒന്ന് പറയും ആ ശരിയാന്ന്, വേറൊരാൾ വന്ന് ഇനിയൊന്ന് പറയും ആ നിങ്ങൾ പറഞ്ഞത് ശരിയാ, മൂന്നാമതൊരാൾ വന്ന് പറയും ആ നിങ്ങൾ പറഞ്ഞത് ശരി. അപ്പം എല്ലാവരും പറയുന്നത് ശരി എന്ന് വെച്ച് ശരി വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു തീർമാനം എടുക്കണ്ടേ? ആ തീർമാനം ഒരുപാട് പേർക്ക് എടുക്കാൻ പറ്റുന്നേയില്ല. ഈ എടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവരുടെ മനസ്സിലുള്ള ചാഞ്ചാട്ടം കൂടുന്നു. ഈ ഇത് പെൻഡുലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം കാണുമ്പം മനസ്സിനൊരു സ്ഥിരതയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റാത്തത്. ഓക്കെ, ഇപ്പം നമുക്ക് ചില ഡിസിഷൻസ് എടുക്കണം, അതായത് ജീവിതത്തിൽ ചില തീർമാനങ്ങൾ എടുക്കണം. ഈ ചെറിയ തീർമാനങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് പച്ച സാരി ഉടുക്കണോ, മഞ്ഞ സാരി ഉടുക്കണോ, അല്ലെങ്കിൽ ഇന്ന് ഈ പാൻറ് ഇടണോ, ആ ഷർട്ട് ഇടണോ, ഇന്ന് സ്കൂട്ടറിൽ പോകണോ, കാറിൽ പോകണോ, അല്ലെങ്കിൽ ഇന്ന് സാമ്പാർ വെക്കണോ, രസം വെച്ചാൽ മതിയോ, ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ചില വലിയ തീർമാനങ്ങൾ, ഒരു വീട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു കല്യാണം നമ്മൾ തീർമാനിക്കുന്നു. അപ്പം പല അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്കേ ഒരു മനസ്സിന് ഒരു ഉറച്ച തീർമാനം വരുന്നില്ല. അങ്ങനെ ഉള്ളപ്പം, അതായത് മേജർ ഡിസിഷൻസ് ഇൻ ലൈഫ്, അതായത് ജീവിതത്തിൽ ഒരുപാട് വളരെ പ്രാധാന്യപ്പെട്ട ഡിസിഷൻസ് എടുക്കുമ്പം നമുക്ക് ഈ ഇന്നർ വോയിസ് കിട്ടിയാലായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഇന്നർ വോയിസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ശരി, ഇന്ന് നമ്മൾ തീർമാനിക്കാൻ പോകുന്നു, ഈ ഒരു പ്ലോട്ട് വാങ്ങിക്കണോ വേണ്ടേ എന്ന് തീർമാനിക്കാമെന്ന്. അപ്പം അതിനു മുമ്പേ, ഒരു തീർമാനത്തിൽ എത്തുന്നതിന് മുമ്പേ നമ്മൾ ഒരു മണിക്കൂർ മെഡിറ്റേഷനിലിരിക്കണം. മെഡിറ്റേഷനിലിരുന്ന് ഇന്ന് എനിക്ക് ഈ പ്ലോട്ട് വാങ്ങിക്കുന്നതിൻ്റെ വരും വരാഴിയെക്കുറിച്ച് എനിക്കൊരു തീർമാനത്തിലെത്തണം എന്നുള്ള ഒരു ചെറിയ സങ്കല്പം വച്ചുകൊണ്ട് കുറേ നേരം മെഡിറ്റേഷനിലിരിക്കുക. ഇരുന്നിട്ട് കണ്ണ് തുറക്കുമ്പം നമുക്ക് എന്ത് തോന്നുന്നോ അതായിരിക്കും ശരിയായിട്ടുള്ള തീർമാനം, അതായിരിക്കും നമ്മുടെ ഇൻറ്റ്യൂഷൻ, അതായിരിക്കും നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ഇന്നർ വോയിസ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക്
തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത്. 10 പേരെടുത്ത് ചോദിച്ചാൽ 100 അഭിപ്രായങ്ങളാണ്. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ തരുന്നത്. പിന്നെ വേറൊരു കാര്യം, പലരിടത്തും നമ്മൾ ചോദിക്കുന്നു, എല്ലാവരും നേരെ വാ നേരെ പോകുന്നുള്ള രീതിയിലായിരിക്കത്തില്ല ഈ തീരുമാനങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് അസൂയ കാണും. എനിക്കിങ്ങനെ ഒരു പ്ലോട്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇവൻ 1 കോടിക്ക് ഒരു വീട് വാങ്ങിക്കാൻ പോകുന്നു, നമുക്കിതിൻ്റെ പകുതി പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് ആശങ്കകൾ കാണും. അപ്പം അതും വെച്ചുകൊണ്ട് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും ഉള്ളതിനെ അവർ പോസിറ്റീവാക്കി പറയുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിക്കാം, തെറ്റില്ല. കൂടുതലും നമ്മളുടെ അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ കലർന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണം. പക്ഷേ അതിനു മുമ്പേ ഈ ഇന്നർ വോയിസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ എന്ന് തീരുമാനം എടുക്കുന്നോ അതിനു മുമ്പേ നമ്മൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മെഡിറ്റേഷനിലിരുന്ന് പിന്നെ പതുക്കെ മനസ്സിനെ ആൽഫ സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് കുറേ നേരം ഇരുന്നേ പിന്നീട് കണ്ണ് തുറക്കുമ്പം പെട്ടെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് ഹാർട്ട് സ്പേസ്, പ്രദീപ് വിജയ് സാർ എപ്പോഴും പറയുന്നത് ഈ ഹാർട്ട് സ്പേസിലിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഹാർട്ട് സ്പേസ് എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ശബ്ദം. അപ്പം ഇന്നത് ഇന്ന് അഡ്വാൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന് ആ പ്ലോട്ട് നമുക്ക് ശരിയാവത്തില്ല. ഇപ്പം നമുക്ക് ജ്യോത്സ്യൻ്റെ അടുത്ത് കേൾക്കാം, ആ പ്ലോട്ടിനെ കുറിച്ചുള്ള അടുത്തുള്ളവരുടെ അടുത്ത് ചോദിക്കാം. പല കാര്യങ്ങളും നമുക്ക് ചോദിക്കണം, ഇല്ലയെന്നല്ല, വെറും ഇന്നർ വോയിസിനല്ല. ഇതെല്ലാം ചോദിച്ചറിഞ്ഞേ പിന്നീട് ഫൈനൽ ഡിസിഷൻ, യെസ് ഓർ നോ, വാങ്ങിക്കണോ വേണ്ടേ, ഈ വീട് വാങ്ങിച്ചാൽ എനിക്ക് നല്ലതായിട്ട് വരുമോ, എൻ്റെ കുടുംബം അതിനകത്ത് താമസിക്കുമ്പം ഞങ്ങൾക്ക് സുഖവും സൗഭാഗ്യവും സന്തോഷവും സമാധാനവും കിട്ടുമോ, വാസ്തു പ്രകാരം അത് ശരിയാണോ, എനിക്ക് ചേരുന്ന വീടാണോ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഫാമിലിക്ക് ചേരുന്ന വീടാണോ എന്നൊക്കെ അറിയണമെങ്കിൽ 10 പേരെടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം അതിന് പകരം ചോദിക്കുന്നതിന് പുറമേ നമ്മളായിട്ട് ഒരു സ്റ്റേജിൽ മെഡിറ്റേഷനിലിരുന്ന് ആ ഹാർട്ട് സ്പേസിൽ നിന്ന് വരുന്ന ശബ്ദം നമ്മൾ കേട്ടാൽ അത് തെറ്റത്തേയില്ല എന്നാണ് പ്രദീപ് വിജയ് സാർ ഉറച്ച് പറയുന്നത്. അപ്പം ഈ ഹാർട്ട് സ്പേസും മൈൻഡ് സ്പേസും എന്ന് വെച്ചാൽ എന്തുവാ? ഈ മൈൻഡ് എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് മൈൻഡ് ദേഹം മുഴുക്കെ വ്യാപിച്ചിരിക്കുന്നു, എന്നാലും അതായത് ബുദ്ധി, മൈൻഡിൻ്റെ ഒരു ഭാഗമാണല്ലോ ബുദ്ധി. അപ്പം ഈ ബുദ്ധി എന്ന് പറയുന്നത് എവിടെ? ബ്രെയിനിലാണ് ഇരിക്കുന്നത്. ബ്രെയിനിലെന്ന് പറയുമ്പം തലച്ചോറ്. അപ്പം ഈ ബ്രെയിനും ഹാർട്ടും, ബ്രെയിൻ സ്പേസ് ഹാർട്ട് സ്പേസ്, അല്ലെങ്കിൽ ഹെഡ് സ്പേസ് ഹാർട്ട് സ്പേസ്, ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഹെഡ് സ്പേസ് എന്ന് പറയുന്നത് ബുദ്ധി, നമ്മുടെ അറിവ്, അത് പല പാസ്റ്റ് എക്സ്പീരിയൻസിലൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഒരു തീരുമാനത്തിന് വരുന്നത്. ഓക്കെ, അത് ലോജിക്കാണ്. ഈ ഹെഡ് സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴുമേ ലോജിക്ക്. ഈ ലോജിക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 + 1 2, അപ്പം 10 + 10 20, 1 1 2, അപ്പോൾ 1ൻ്റെ കൂടെ 0 ഇട്ടാൽ 10 10 20, 1 1 2, അപ്പം 10 10 20, അത് ലോജിക്കാണ്. ഓക്കെ, അതേ സമയത്ത് അപ്പം ഹെഡ് സ്പേസിൽ എന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പം ഇതും ശരി, അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെ ഒരു അനുമാനത്തിൽ വരുന്നുണ്ട്, ഒരു ഡിസിഷനിൽ വരുന്നുണ്ട്, അത് ഹെഡ് സ്പേസിൽ നിന്ന് വരുന്നതാണ്. അതേ സമയത്ത് ഹാർട്ട് സ്പേസിന് ഈ നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന് ലോജിക്കൊന്നുമില്ല, അത് വെറും ഫീലിങ്സാണ്. അപ്പോൾ ഈ ഫീലിങ്സ് എന്ന് പറയുമ്പം ഉള്ളിൽ നിന്ന് നമുക്ക് വരും, ഈ വീട് നല്ല വീടാണ്, നമുക്ക് ചേരുന്ന വീടാണ്, അല്ലെങ്കിൽ ഈ പ്ലോട്ട് കൊള്ളാം, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് 5 lakhs ഇടാം, ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഹാർട്ട് സ്പേസിൽ നിന്ന് വരുന്ന ആ സംസാരം, ആ ഇന്നർ വോയിസ് ഉണ്ടല്ലോ, അത് തെറ്റത്തേയില്ല. എന്താണെന്ന് വെച്ചാൽ ഹെഡ് സ്പേസ് ലോജിക്കാണെങ്കിൽ ഹാർട്ട് സ്പേസ് മാജിക്കാണ്. അപ്പം ഈ ലൗകിക ജീവിതത്തിൽ നമുക്ക് ലോജിക്ക് കൊള്ളാം, ലോജിക്ക് ഒരുപാട് സഹായിക്കും. അതേസമയത്ത് ഈ ആത്മീയതയിൽ പോകുമ്പം നമുക്ക് ലോജിക്ക് പറ്റില്ല, എപ്പോഴും ലോജിക്ക് പറ്റില്ല, കൂടുതലും മാജിക്കായിരിക്കും. മാജിക് എന്ന് പറഞ്ഞാൽ ഈ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമായിരിക്കും നമുക്ക് ശരിയായിട്ട് നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ
നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കണം. നമ്മൾ എന്തോ സ്റ്റെപ്പ് എടുക്കുന്നത്? ഈ വീട് വാങ്ങിക്കണോ, അല്ലെങ്കിൽ 5 lakhs ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ പ്ലോട്ട് വാങ്ങിക്കണോ എന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മുന്നിട്ട് വെച്ചാൽ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് മൗനത്തിലൊക്കെ ഇരിക്കുമ്പം നമ്മുടെ ക്രിയേറ്റർ, അതായത് ബ്രഹ്മനോ ശിവനോ ഏത് പേര് വെച്ച് വിളിച്ചാലും ശരി, നമ്മുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ കോസ്മോസ്, ഇതിൽ നിന്ന് നമുക്ക് ഇന്നർ വോയിസ് വരും. അപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് ദൈവം നമ്മളെ വഴി നടത്തി കൊണ്ടുപോകും. ഈ റൈറ്റ് സ്റ്റെപ്പാണോ ലെഫ്റ്റ് സ്റ്റെപ്പാണോ, റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ, അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് പോകുന്നതായിരിക്കും ശരി. ആ ശരിയായിട്ടുള്ള പാത എന്തുവാന്ന് നമുക്ക് നമ്മളുടെ ഹാർട്ട് സ്പേസ് ആയിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ ഗുരു പറയും, ഹാർട്ട് സ്പേസിനെ നിങ്ങൾ വിശ്വസിക്കാം, ഹെഡ് സ്പേസിനെ വിശ്വസിക്കുന്നത് അത്ര ശരിയല്ല എന്ന്. ഇപ്പം നോർമലായിട്ട് ഒരാൾ ഇപ്പം നമ്മളുടെ കൂട്ട് ആവറേജായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഈ നമ്മളെ ചുറ്റിയുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൽ ആർക്ക് കൂടുതൽ ശക്തിയുണ്ടോ അവർ നമ്മളെ ഒരുപാട് സ്വാധീനിക്കാൻ നോക്കും. ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ സ്വാധീനിക്കാൻ നോക്കും. അതേ സമയത്ത് അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കാം, തെറ്റായിട്ടിരിക്കാം. അതേ സമയത്ത് ഒരു എൻലൈറ്റൻഡ് പേഴ്സൺ, എൻലൈറ്റൻഡ് എന്ന് വെച്ചാൽ ഒരു ജ്ഞാനി, ഒരു മഹാൻ, അദ്ദേഹത്തിന് ഈ ചുറ്റിലുമുള്ളവരുടെ ആധിക്യം വളരെ കുറവാണ്. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന് നയിച്ചുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് സ്പേസിൽ നിന്ന് വരുന്ന ഇന്നർ വോയിസ് മാത്രമായിരിക്കും. അദ്ദേഹത്തിന് സംശയങ്ങൾ വരുമോ, കൺഫ്യൂഷൻ വരുമോ? വരും. അതേ സമയത്ത് സാധാരണപ്പെട്ട ഒരാളിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വലിയ പ്രയാസമായിരിക്കും. എപ്പോഴും ഈ മനസ്സിങ്ങനെ ഇങ്ങനെ കലങ്ങിയിരിക്കും. എന്നുവെച്ചാൽ എപ്പോഴും സദാ സർവ്വകാലം ബീറ്റാ സ്റ്റേറ്റിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കലങ്ങിയിരിക്കുന്നത്. അപ്പം സാധാരണ ഉള്ള ആളിന് അങ്ങേര് ഈ സാധാരണ ഉള്ളവർ, അങ്ങേരെന്നല്ല നമ്മളെല്ലാം ഈ മൈൻഡ് സ്പേസിലാണ് കിടന്ന് ചുറ്റുന്നത്. അപ്പം അതിൽ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പാടിക്കൊണ്ട് നടക്കാവുന്നല്ലാതെ കൺഫ്യൂഷൻ തീരുന്ന മട്ട് കാണുന്നില്ല. അതേ സമയത്ത് ഈ നല്ല ഒരു കാമായിട്ടുള്ള ഒരു മനുഷ്യൻ, നല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളിനെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, മുഖത്ത് നല്ല ഒരു ചൈതന്യം കാണും, ഒരു കാംനെസ് കാണും. അദ്ദേഹത്തിനും കൺഫ്യൂഷൻ വരാതല്ല, ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഇന്ന് പോകണോ നാളെ തിരിച്ചാൽ മതിയോ, അങ്ങനെയൊക്കെ പല കൺഫ്യൂഷൻസ് വരാം. പക്ഷേ ഉടൻ തന്നെ ആ കൺഫ്യൂഷനെ അദ്ദേഹത്തിനുള്ള മൈൻഡിൻ്റെ ക്ലാരിറ്റി, അതായത് ഹാർട്ട് സ്പേസിലുള്ള ക്ലാരിറ്റി, മൈൻഡിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് മനസ്സ് കാമാകുമ്പം ഹാർട്ട് സ്പേസ് തുറക്കും. അപ്പോൾ ആ ഹാർട്ട് സ്പേസിൽ നിന്ന് വരുന്ന ക്ലാരിറ്റി ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകും. അപ്പം ഒരു സാധാരണപ്പെട്ട ആളിനും ഒരു മഹാനിനും ഉള്ള വ്യത്യാസം ഇതാണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ വരും, പലരും പറയുന്നതൊക്കെ കേൾക്കും. പക്ഷേ ടക്കുന്ന ഒരു ക്ലാരിറ്റി ആ ഇന്നർ വോയിസ് മുഖാന്തരം കിട്ടുന്നത് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പം എപ്പോഴുമേ നമ്മൾ ഹാർട്ട് സ്പേസിൽ നിന്ന് വേണം ചിന്തിക്കുക. ഹാർട്ട് സ്പേസ് പറയുന്നതേ കേൾക്കാവൂ. അപ്പം നമ്മളുടെ ഇന്നർ വോയിസ്, അതായത് ആന്തരിക ശബ്ദത്തിനെ കേട്ട് പഠിക്കുമ്പോഴേ നമുക്ക് കൂടുതൽ അങ്ങനത്തെ ഇന്നർ വോയിസ് വരത്തുള്ളൂ. എല്ലാവർക്കും ഈ ഇൻറ്റ്യൂഷൻ ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ട്, നമുക്കും ഉണ്ട്. പക്ഷേ ആ ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, എന്തുവാ അവബോധം എന്ന് പറയുന്നത്, അത് നമ്മൾ തള്ളിക്കളയുക. ഈ തള്ളിക്കളഞ്ഞ് എന്താകുന്നോ ആ ഇൻറ്റ്യൂഷൻ പിന്നെ നമുക്ക് കേൾക്കത്തേ ഇല്ല. അത് ഈ വർക്കാവാതെ ഇരിക്കും. ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചാൽ അത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. വർക്ക് ചെയ്താലേ അത് റണ്ണിങ് കണ്ടീഷനിലിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ തുരുമ്പിച്ച് പോകും. അതുപോലെയാണ് നമ്മൾക്കും ഉള്ള ഈ ഇൻറ്റ്യൂഷൻ. എല്ലാവർക്കും ഇൻറ്റ്യൂഷനൊക്കെ ഉണ്ട്. അതായത് ഈ ആജ്ഞാചക്ര ഒന്നും ആക്ടിവേറ്റ് ആകാതെ പോലും
നമുക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ട്, പക്ഷേ അത് നമ്മൾ കേൾക്കാതെ അതിനെ തള്ളിക്കളഞ്ഞ് അത് നമുക്ക് വർക്ക് ചെയ്യാതെ അങ്ങ് പോകും. അപ്പം എപ്പോഴുമേ നമ്മുടെ ഹാർട്ടിലാണ് ഫീലിങ്സ് ഉള്ളത്. അപ്പം എപ്പോഴുമേ ഹെഡ് സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യാതെ ഹാർട്ട് സ്പേസിൽ നിന്ന് വർക്ക് ചെയ്താൽ നമ്മളുടെ തീരുമാനങ്ങളൊക്കെ 100% ക്ലാരിറ്റിയോട് കൂടിയതായിരിക്കും. അപ്പം അത് 100% ശരിയായിരിക്കും. അപ്പം ഇനി നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഈ ആത്മീയ പാതയിൽ വന്നു, നമ്മൾ മുക്തി തേടുന്നു. അപ്പം നമ്മൾ കൂടുതൽ മെഡിറ്റേഷനിലോട്ട് പോകണം. അപ്പം പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഇന്നർ വോയിസ്. ഓക്കെ, താങ്ക് യു, നന്ദി.